ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് S23 സീരീസിനെ പറ്റിയാണ്. അല്ല, S24 സീരീസിനെ പറ്റിയാണ്. സാംസങ്ങിൻ്റെ അവരുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ലെവൽ സീരീസായ S24 സീരീസ് ഈ മാസം 17-ാം തീയതി ഗ്ലോബലി ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷം കാരണമൊക്കെയായിട്ടാണ് ഈ വീഡിയോ വരുന്നത്. ആൻഡ്രോയിഡ് കിങ് എന്നൊക്കെ എല്ലാവരും പറഞ്ഞ് പൊക്കി വെച്ചിരുന്ന ഒരു ഫോണാണ് സാംസങ്ങിൻ്റെ S23 സീരീസ്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷനായിട്ടാണ് അവർ S24 ഇറക്കുന്നത്. മെയിൻലി വ്യത്യാസം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ വെച്ചായിരിക്കും S24 സീരീസ് വരാൻ പോകുന്നത്. എന്നാൽ S24 അൾട്ര മാത്രമായിരിക്കും സ്നാപ്ഡ്രാഗൺ 8 Gen 3 വരുന്നത്. S24ഉം S24 പ്ലസും വരുന്നത് അവരുടെ എക്സിനോസ് 2400 എന്ന പ്രോസസ്സർ വെച്ചായിരിക്കും വരുന്നത്. എന്തിനാണ് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺസിൽ എക്സിനോസ് വെച്ചിറക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ആദ്യം ഒരു എക്സിനോസ് വെച്ചിറക്കിയാലും ഒരു മാസം കഴിയുമ്പോൾ അതിൻ്റെ സ്നാപ്ഡ്രാഗൺ വെർഷൻ ഇറക്കും ഇന്ത്യയിൽ വിറ്റുപോകാൻ വേണ്ടി. എന്താണ് ഇവന്മാർ കാണിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. അപ്പം ഈ നമ്മൾ ആദ്യമേ കയറി ബുക്ക് ചെയ്യുന്ന എല്ലാവരും മണ്ടന്മാരായിരിക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ബുക്ക് ചെയ്യുന്നവർക്ക് സാംസങ്ങിന് ഒരു പ്രത്യേക ഓഫർ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ആ ഓഫറിനെ പറ്റി ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ S24ൻ്റെ വിഷയങ്ങൾ നോക്കാം. S24 സീരീസ് പറഞ്ഞ 3 സീരീസ് ആയിരിക്കും. S24 അൾട്ര, S24 പ്ലസ്, S24 അങ്ങനെ 3 സീരീസ് ആയിരിക്കും. നിങ്ങൾക്കെല്ലാം അറിയുന്ന സെയിം ടിപ്പിക്കൽ സാംസങ് സീരീസ്. S24നെ പറ്റിയാണെങ്കിൽ ഒരു 6.2 ഇഞ്ചിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. ഒരു LTPO പാനലായിരിക്കും വരുന്നത്. 2600 Hzൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സുമായിട്ടായിരിക്കും ഈ ഫോൺ വരാൻ പോകുന്നത്. ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 50 MBയുടെ മെയിൻ ക്യാമറ വിത്ത് OIS ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ 10 MBയുടെ ഒരു ടെലിഫോട്ടോ 3x ലെൻസ് ഉള്ളൊരു ക്യാമറ, 10 MBയുടെ ഒരു അൾട്രാ വൈഡ്, ഫ്രണ്ട് ക്യാമറ വരുന്നത് ഒരു 12 MBയുടെ സെൽഫി ക്യാമറ ആയിരിക്കും വരുന്നത്. ബാക്കിൽ എന്തായാലും 8K വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടായിരിക്കും. ഫ്രണ്ടിൽ 4K വീഡിയോ റെക്കോർഡിങ്ങും എടുക്കാൻ പറ്റും. ഇതിൻ്റെ പ്രൊസസ്സർ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയായിരിക്കും. എക്സിനോസിൻ്റെ 2400 എന്ന പ്രൊസസ്സർ വെച്ചായിരിക്കും ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. US-ഉം കാനഡയിലും സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന മോഡലായിരിക്കും ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. S23 എന്ന വെർഷൻ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ മെയിൻലി ഒരു വ്യത്യാസം മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് 3900 mAh എന്നുള്ളത് 4000 mAh ആക്കി മാറ്റി. 100 mAh ബാറ്ററി അവർ കൂട്ടിയിട്ടുണ്ട്. ആ ഒരു വ്യത്യാസം മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. വേറെ വലിയ വ്യത്യാസമായിട്ട് തോന്നുന്നില്ല. ഇനി ഫോൺ ഇറങ്ങിയിട്ട് വേണമെങ്കിൽ അതിൻ്റെ AI ക്യാമറ വെച്ച് നോക്കി വേറെ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പറയാം. അപ്പോൾ 4000 mAhൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ വരുന്നത് 25 വാട്ടിൻ്റെ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തായാലും ചാർജർ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, ചാർജർ സെപ്പറേറ്റ് തന്നെ വാങ്ങിക്കണം. അപ്പോൾ ഞാൻ ഓഫറിനെ പറ്റി പറഞ്ഞ കാര്യം, അതായത് സാംസങ്ങിൻ്റെ S സീരീസ് നിങ്ങളിപ്പം ബുക്ക് ചെയ്യുകയാണെങ്കിൽ 2000 കൊടുത്ത് ബുക്ക് ചെയ്യേണ്ടി വരും. 5000 രൂപയ്ക്കുള്ള ഗിഫ്റ്റ് വൗച്ചർ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതായത് ഈ 5000 രൂപയ്ക്ക് സാംസങ്ങിൻ്റെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് കാര്യങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റും. ഈ 2000 രൂപ നിങ്ങൾ കൊടുക്കുന്ന 2000 രൂപ നിങ്ങൾ എടുക്കുന്ന ഫോണിൻ്റെ കുറഞ്ഞും കിട്ടും. ഇത് ഓൺലൈനില്ല, ഓഫ്ലൈനിൽ മാത്രമായിരിക്കും. എന്തായാലും ഓൺലൈനിലും ഓഫ്ലൈനിലും സെയിം പ്രൈസ് തന്നെയായിരിക്കും. പ്രൈസ് ഡിഫറൻസ് വരാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈനിൽ പോയി എടുക്കുകയാണെങ്കിൽ മോഡൽ കണ്ട് സെലക്ട് ചെയ്ത് ചൂസ് ചെയ്യുന്നതാണ്, നിങ്ങളുടെ ചോയ്സാണ്. പിന്നെ ഇത് റാം വേരിയൻറ്റ് വരുന്നത് എന്തായാലും 8GB റാം 128ഉം 8GB റാം 256ഉം എന്നീ രണ്ട് റാം വേരിയൻറ്റ് ഉറപ്പായിട്ടും കൊണ്ടായിരിക്കും. LPDDR5X റാം കാര്യങ്ങളിലൊക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്, മുമ്പുള്ള അലുമിനിയം ഫ്രെയിം മാറ്റി അവരിപ്പോൾ ടൈറ്റാനിക് ഫ്രെയിം കൊണ്ടുവന്നിട്ടുണ്ട്. ഐഫോണിൽ ടൈറ്റാനിക് ഫ്രെയിം കൊണ്ടുവന്നപ്പോൾ നേരെ വീണ്ടും സാംസങ് കോപ്പി വെച്ചിരിക്കുകയാണ്. എന്ത് കാര്യത്തിനാണെന്ന് അറിഞ്ഞില്ല. ഐഫോണിൽ കൊണ്ടുവന്ന ഫുൾ ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ അവരെങ്ങനെ അത് ചെയ്യുമെന്ന് നോക്കാം. പിന്നെ ടിപ്പിക്കൽ സാംസങ് കളേഴ്സ് ബ്ലാക്ക്, ഗ്രേ, അതുപോലെ തന്നെ വൈറ്റ്, പിന്നെ ഗ്രീൻ, ഇങ്ങനത്തെ 4 കളേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കാം. പ്രൈസ് റേഞ്ച് എന്തായാലും ഒരു 80-85 ആ റേഞ്ചിനാണ് നോക്കിയാൽ മതി. അതിൽ കൂടുതൽ വരാൻ ചാൻസ് ഇല്ല. എന്തായാലും 80 to 85 അതിനകത്തായിരിക്കും ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ അടുത്തൊരു മോഡൽ എന്ന് പറഞ്ഞാൽ S23 പ്ലസ് ആണ്. വലിയ ഗുണമുള്ള സാധനമൊന്നുമല്ല, എന്നാലും അതിനെ പറ്റിയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഒരു 6.7 ഇഞ്ച് സെയിം ഡിസ്പ്ലേ, അതായത് LTPO ഡിസ്പ്ലേ, 120 Hz റിഫ്രഷ് റേറ്റ്, സൂപ്പർ AMOLED എല്ലാം വരുന്നുണ്ട്. S23 കണ്ട S24 കണ്ട സെയിം ക്യാമറ ആയിരിക്കും അതിൽ വരാൻ വേണ്ടി പോകുന്നത്. 50 MBയുടെ ഒരു മെയിൻ ക്യാമറ, 12 MBയുടെ ഒരു അൾട്രാ വൈഡ്, 10 MBയുടെ ഒരു ടെലിഫോട്ടോ 3x, 10 MBയുടെ ഒരു അൾട്രാ വൈഡ്, ഫ്രണ്ട് ക്യാമറ 12 MB. ഇതേ സെയിം ആയിരിക്കും അതിൽ വരാൻ വേണ്ടി പോകുന്നത്. ബാറ്ററി MAH മാത്രം 4000 എന്നുള്ളത് 4900 mAh ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ 25 വാട്ടിൻ്റെ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വയർലെസ് ചാർജർ അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സെയിം തന്നെയാണ്. വ്യത്യാസം ഈ ചാർജറിൻ്റെ ഡിസ്പ്ലേ സൈസിന് വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അതിനെന്തായാലും ഒരു 10 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും.
ബേസ് വേരിയൻ്റ് 8 128 ഏകദേശം ഒരു 90-95 ആ റേഞ്ചൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ കൂട്ടത്തിലെ കൊമ്പൻ ആൻഡ്രോയിഡ് കിങ് എന്ന് വിശേഷിപ്പിക്കുന്ന S24 അൾട്ര സീരീസിൻ്റെ അടുത്ത മോഡൽ S24 അൾട്ര. S24 അൾട്ര വരുന്നത് ഒരു 6.8 ഇഞ്ചിൻ്റെ സെയിം LTPO സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ കാര്യങ്ങളിലേക്ക് ആയിട്ടും വരുന്നത്. 120 റിഫ്രഷ് റേറ്റ് കാര്യമെല്ലാം വരുന്നുണ്ട്. 2600 നിറ്റ്സ് ആയിരിക്കും പീക്ക് ബ്രൈറ്റ്നസ്. പിന്നെ ക്യാമറ കാര്യത്തിൽ വരുന്നത് 200 MB ഒരു മെയിൻ ക്യാമറ വരുന്നുണ്ട്. 50 MB ഒരു ടെലിഫോട്ടോ 5x ലെൻസ് വരുന്നുണ്ട്. 10 MB ഒരു ടെലിഫോട്ടോ 3x ലെൻസ്. അതുപോലെ തന്നെ 10 MB ഒരു അൾട്രാ വൈഡ് ക്യാമറ. പിന്നെ ഒരു 12 MB ഒരു സെൽഫി ക്യാം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സെയിം 8K വീഡിയോ റെക്കോർഡിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഫ്രണ്ടിൽ വരുമ്പോൾ 4K വീഡിയോ റെക്കോർഡിംഗ് എല്ലാം വരുന്നുണ്ട്. 5000 mAh ബാറ്ററി കാര്യങ്ങൾ വരുന്നുണ്ട്. 45 വാട്ടിൻ്റെ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ചാർജറിൻ്റെ. എന്തായാലും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കേണ്ടി വരും. 45 വാട്ടിൻ്റെ ചാർജർ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ റിവേഴ്സ് ചാർജർ, വയർലെസ് ചാർജർ, ഇങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും വരുന്നുണ്ട്. ബേസ് വേരിയൻ്റ് എന്തായാലും 12 GB റാമും 256 GB സ്റ്റോറേജും ആയിരിക്കും. S23 അൾട്ര വന്നത് 126 എന്തോ ആണ്. ഇപ്പോൾ 115 എന്തോ ഫോൺ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്തായാലും ഒരു 135 140 എന്തായാലും പ്രതീക്ഷിക്കാം. സ്നാപ്ഡ്രാഗൺ 8 Gen 3 പ്രൊസസ്സർ വെച്ചായിരിക്കും വരുന്നത്. പിന്നെ AI ഫീച്ചേഴ്സ് വെച്ചായിരിക്കും വരുന്നത്. ഇപ്പോൾ പരസ്യം കാര്യങ്ങളെല്ലാം AI വെച്ചാണ് കാണിക്കുന്നത്. എന്തായത് മുമ്പ് ഇറങ്ങിയ പിക്സലിലും AI ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. സാംസങ്ങിൻ്റെ AI ഫീച്ചേഴ്സ് എങ്ങനെ നമുക്ക് നോക്കാം. എനിക്കിത് അത് ഫീച്ചേഴ്സ് വെച്ച് കണ്ടിച്ച് വളരെ വലിയൊരു അപ്ഡേഷനായിട്ട് തോന്നുന്നില്ല. എന്തായാലും ഫോൺ ഇറങ്ങിയിട്ടേ ബാക്കി അതിൻ്റെ ക്യാമറ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഫോൺ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.